ഹലോ, കാണാമോ സ്റ്റുഡൻസ്? കാണാം. നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ അതിന്റെ നോട്ട്സ് ഒക്കെ ഏകദേശം നമുക്ക് വേണ്ട ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആ പ്രോബ്ലം പാർട്ടിലൊക്കെ ഡൗട്ട് വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ആ ഗ്രൂപ്പിൽ ഒന്ന് കാണിച്ചിട്ട് പിന്നെ അതിന്റെ ഡൗട്ട്സ് ഞാൻ സമയം പോലെ ക്ലിയർ ചെയ്തിടാം കേട്ടോ. ഇനി നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ അറ്റോമിക് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ് നമ്മുടെ പിന്നെ മൊഡ്യൂളിൽ കാണുന്നത്. അറ്റോമിക് സ്ട്രക്ചർ അതായത് ആറ്റത്തിന്റെ ഘടന എങ്ങനെയാണ്, ആറ്റത്തിന്റെ ഉള്ളറയിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നാണ് നമ്മള് ഇവിടെ നോക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാമല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? സംസാരം ക്ലിയർ അല്ലേ? അതെ. ഓക്കെ. അപ്പോ അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡാൾട്ടന്റെ ആറ്റോമിക് തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതിൽ പറയുന്ന ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, അതായത് നോട്ട് ടു ബി കട്ട്. നമുക്ക് എവറി മാറ്റർ കൺസിസ്റ്റ് ഓഫ് ബേസിക് എൻറ്റിറ്റീസ് കോൾഡ് ആറ്റം എന്ന് പറയുന്നുണ്ട്. നമുക്ക് വിഭജിക്കാൻ കഴിയാത്തൊരു പാർട്ടിക്കിൾ ആണ് ആറ്റം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ 10th-ലും 9th-ലും ഒക്കെ പഠിച്ച ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ആറ്റത്തിനുള്ളിലുള്ള ഘടകങ്ങളാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇവയൊക്കെ ആറ്റത്തിനുള്ളിലുള്ള ഘടകങ്ങൾ നമുക്ക് കിട്ടാൻ സാധിച്ചത് ആറ്റത്തിനുള്ളിൽ വീണ്ടും ഘടകങ്ങൾ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ആറ്റത്തിനുള്ളിൽ വീണ്ടും ചെറിയ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ്. അപ്പൊ സബാറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആറ്റത്തിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബാറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ് തുടങ്ങിയ നമ്മൾ കേൾക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പോ പിന്നെ ആറ്റത്തിനെ പറ്റിയിട്ട്, ആറ്റത്തിന്റെ കുറച്ച് ചരിത്രത്തിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് ആറ്റംസ് എന്ന പദം ഉപയോഗിച്ചത് ഡെമോക്രിറ്റസ് എന്നൊരു സയന്റിസ്റ്റ് ആണ്. ഇതാണ് ആ ഒരു പുരാതന ഗ്രീക്കിലുള്ള ഒരു ഫിലോസഫർ ആണ്. അദ്ദേഹം ആണ് ആറ്റമോസ് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ആറ്റമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ടു ബി കട്ട്, നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ആറ്റം ഈസ് ഇൻഡിവിസിബിൾ. ഇനി മറ്റേത് അറ്റോമിക് സ്ട്രക്ചർ. എന്താണ് ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ? നമുക്കറിയാം, ആറ്റത്തില് ഏറ്റവും ഒത്ത നടുവില്, അതായത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ നടുവിൽ ഒരു ഫുട്ബോൾ നിൽക്കുന്നത് പോലെ അത്രയും ചെറുതായിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഏരിയ ഉണ്ട്. അതാണ് എന്ത്, ന്യൂക്ലിയസ്, ആറ്റത്തിന്റെ മർമ്മം. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ മർമ്മാണ്, ആറ്റത്തിന്റെ കേന്ദ്രം. ഈ കേന്ദ്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആറ്റത്തിന്റെ കേന്ദ്രത്തിന് 10⁻⁻10 മീറ്റർ റേഡിയസ് ഉണ്ട്. അതേപോലെ ആറ്റത്തിന് 10⁻⁻10 മീറ്റർ റേഡിയസ് ഉണ്ടെങ്കിൽ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് 10⁻⁻15 മീറ്റർ റേഡിയസ് ആണ്. അത്രയും ചെറുതാണ്. അത് വളരെ 10⁻10 10ഉം 15 പൂജ്യവും കൂടിയതാണ് 10⁻15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ 10⁻10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 5 പൂജ്യം കുറവാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലി നമുക്ക് നോക്കുമ്പോൾ 10, 5 വ്യത്യാസമേ ഉള്ളെങ്കിലും അത് ഒരു വലിയൊരു ഡിഫറൻസ് ആണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയസില് ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണുന്നുണ്ട് ഒരു പ്രോട്ടോണും ഉണ്ട്. ന്യൂക്ലിയസിനകത്തുള്ള സംഭവമാണ്. പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അതിൽ പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം. ആറ്റത്തിനുള്ളിലുള്ള പോസിറ്റീവ് ചാർജ് കണികകളാണ് പ്രോട്ടോൺ. ആറ്റത്തിനുള്ളിലുള്ള ചാർജ് ഇല്ലാത്ത കണികകളാണ് ന്യൂട്രോണുകൾ. അപ്പൊ ന്യൂട്രോണും പ്രോട്ടോണും ചേർന്നിട്ടാണ് ന്യൂക്ലിയസ് ഉണ്ടാകുന്നത്. ന്യൂട്രോണും പ്രോട്ടോണും ചേർന്നിട്ട് ന്യൂക്ലിയസ് ഉണ്ടാകുന്നത് കൊണ്ട് ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിനെയും അതുപോലെ ന്യൂട്രോണിനെയും രണ്ടിനെയും കൂടി ക്ലബ് ചെയ്തിട്ട് നമ്മൾ ന്യൂക്ലിയോൺസ് എന്നാണ് വിളിക്കുന്നത്. ആറ്റത്തിന് ചുറ്റും നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു സർക്കുലർ പാത്തിലൂടെ കറങ്ങുന്ന ഒരാളുണ്ട്. ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു സംഭവമുണ്ട്. അദ്ദേഹമാണ് ഇലക്ട്രോൺ. അതായത് ആ കണികയാണ്, ആ സബോറ്റോമിക് പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലോകത്തെ തന്നെ മാറ്റിമറിച്ചൊരു കണ്ടുപിടുത്താണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി നമുക്കറിയാം. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇലക്ട്രോണിന്റെ പ്രവാഹത്തിനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതേപോലെ ഈ ഇലക്ട്രോൺസ് സർക്കുലർ പാത്തിൽ ഉണ്ടെന്നും നെഗറ്റീവ് ചാർജ് ആണെന്നൊക്കെ ആറ്റത്തിനുള്ളിൽ ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ചത് ഇലക്ട്രോൺ ആണ്. ന്യൂക്ലിയോണുകളിൽ എന്തില്ല, പ്രോട്ടോണും ന്യൂട്രോണും മാത്രമേ ഉള്ളൂ. ന്യൂക്ലിയസിന് പുറത്താണ് ആര്, ഇലക്ട്രോൺ ഉള്ളത്. അപ്പൊ ഏകദേശം ആറ്റത്തിന്റെ ഒരു രൂപം ഇതാണ്. എങ്ങനെയാണ് നമുക്ക് ആറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് നോക്കാം. റെപ്രസെന്റേഷൻ ഓഫ് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എക്സ് ആണ് എലമെന്റ്. എക്സിന് പകരം ഹൈഡ്രജനോ അല്ലെങ്കിൽ ഒക്കെ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം, ബോറോൺ തുടങ്ങിയ എലമെന്റ്സ് ഒക്കെ നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് എഴുതുന്നു. അതേപോലെ അതിന് മുകളിൽ ഒരു സെഡ് കാണാം. താഴെയായിട്ട് സെഡ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നതാണ് ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധിക്കുക, ആറ്റത്തിൽ എത്ര പ്രോട്ടോണുകൾ ഉണ്ടോ, പോസിറ്റീവ് ചാർജ് ഉള്ള എത്ര പ്രോട്ടോണുകളാണോ ഒരു ആറ്റത്തിൽ ഉള്ളത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. എപ്പോഴും പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ആറ്റത്തിനുള്ളിൽ തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ആറ്റോമിക് നമ്പറിനെ ചിലപ്പോഴൊക്കെ നമ്മൾ ഇലക്ട്രോണുകളുടെ എണ്ണം എന്നും വിളിക്കാറുണ്ട്. പക്ഷെ ഇലക്ട്രോണിന് ഒരു സ്വഭാവം ഉണ്ട്. ആരെങ്കിലും ഒക്കെ കണ്ടാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഡെഫിനിഷൻ എപ്പോഴും പറയാറുള്ളത് എന്താണ്, ആറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് ദ ആറ്റംസ്, നമ്പർ ഓഫ് ദ പ്രോട്ടോൺസ് എന്നാണ് പറയാറുള്ളത്. ഇനി മുകളിൽ കാണുന്ന എന്താണെന്ന് നോക്കാം. അതാണ് മാസ് നമ്പർ. അതായത് ഒരു ആറ്റത്തിനുള്ളിലുള്ള പ്രോട്ടോണിന്റെയും
ന്യൂട്രോണിന്റെയും അഥവാ ന്യൂക്ലിയോണുകളുടെ തുകയ്ക്കാണ്. ദ സം ഓഫ് ദ നമ്പർ ഓഫ് ദ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഈസ് നോൺ ആസ് ദ മാസ് നമ്പർ. ഈ ന്യൂക്ലിയസ് ആണല്ലോ ആറ്റത്തിന്, ന്യൂക്ലിയസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് ന്യൂക്ലിയസ്. അപ്പൊ ഈ ന്യൂക്ലിയസിന് ഉള്ളിലുള്ള സംഭവങ്ങളാണ് ആരൊക്കെ? ന്യൂട്രോൺസും അതുപോലെ പ്രോട്ടോൺസും. ഇവ രണ്ടും തമ്മിൽ കൂട്ടിയാലാണ് മൊത്തം ആറ്റത്തിന്റെ മാസ് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവയുടെ തുകയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. താഴെ നിങ്ങൾക്ക് ഒരു യുറാനിയത്തിന്റെ എക്സാമ്പിൾ ഇവിടെ കാണാൻ പറ്റും. യുറാനിയത്തിന്റെ മാസ് നമ്പർ 235 ആണ്. അതേപോലെ യുറാനിയത്തിന്റെ ആറ്റോമിക് നമ്പർ 92 ആണ്. ഇതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. എക്സ് എന്നാൽ ഇവിടെ യുറാനിയം ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് നമ്പർ ആണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ യുറാനിയത്തിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും തുകയാണ് 235 എന്ന് പറയുന്നത്. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യുറാനിയത്തിന്റെ ആറ്റോമിക് നമ്പർ ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം. യുറാനിയത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് പറയാമോ? പെട്ടെന്ന് പറ. എത്രയായിരിക്കും? യുറാനിയത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? എത്ര ഉണ്ടാവും? ഹലോ, പെട്ടെന്ന് പറയൂ. യുറാനിയത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 235 അല്ല, എത്രയാണ് അതിന്റെ ആറ്റോമിക് നമ്പർ? 92 അല്ലേ? 92. ആ, 92 തന്നെയാണ് യുറാനിയത്തിന്റെ ുള്ള ഇലക്ട്രോണുകൾ. അതായത് ഒരു ആറ്റത്തിൽ എപ്പോഴും പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഈ ആറ്റോമിക് നമ്പറിന് ആണ് ഒരു ആറ്റത്തിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത്. കാരണം രണ്ട് വ്യത്യസ്ത ആറ്റങ്ങൾക്ക് എപ്പോഴും രണ്ട് വ്യത്യസ്ത ആറ്റോമിക് നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരിക്കലും ഒരു ആറ്റത്തിന് ഒരു അറ്റോമിക് നമ്പർ ഉള്ള രണ്ട് ആറ്റങ്ങൾ ഉണ്ടാവുകയില്ല. അതാണ് അറ്റോമിക് നമ്പർ. അതുകൊണ്ട് തന്നെ അറ്റോമിക് നമ്പറിന്റെ ഫിംഗർ പ്രിന്റ് നമ്പർ ഓഫ് ദ ആറ്റം എന്നൊക്കെയാണ് പറയാറുള്ളത്. മനസ്സിലായില്ലേ? നെക്സ്റ്റ്, ആറ്റോമിക് മോഡലിനെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇനി പോകുന്നത്. ഒന്ന് നമ്മൾ പഠിച്ച ഡാൾട്ടന്റെ ഒരു ആറ്റോമിക് മോഡൽ ഉണ്ട്. ആറ്റോമിക് മോഡൽ ഡെവലപ്പ് ചെയ്യാനുള്ള കൺസെപ്റ്റ് ഡാൾട്ടന്റേതായിരുന്നു. അപ്പൊ തിയറീസ് ഓഫ് ദ ആറ്റോമിക് മോഡലില് ജോൺ ഡാൾട്ടൻ പറഞ്ഞത്, ഇത് നമ്മൾ പഠിച്ച സംഭവമാണ്. അതായത് ആദ്യത്തെ ആറ്റോമിക് സിദ്ധാന്തം അഥവാ ആറ്റോമിക് തിയറി ഫസ്റ്റ് ഫോർവേഡ് ചെയ്തത് ജോൺ ഡാൾട്ടൻ ആയിരുന്നു. അപ്പൊ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ്, അടുത്തത് നമ്മൾ പുതിയതായി പഠിക്കാൻ പോകുന്നത് തിയറീസ് ഓഫ് ദ ആറ്റോമിക് മോഡൽ ഓഫ് ദ ജെ തോംസൺ. ജെ തോംസണിനെ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. അദ്ദേഹമാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. അപ്പോ ഇവിടെ തിയറീസ് ഓഫ് ആറ്റോമിക് മോഡലില് അദ്ദേഹം പറഞ്ഞത് ഈ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുഡിങ് പോലെയാണ്. അതാണ് പ്ലം പുഡിങ് മോഡല്. 1904 ഇത് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പറയുന്നത്, ഇപ്പുറത്തെ ഒരു ചിത്രം കണ്ട ഒരു പുഡിങ്ങില് മുന്തിരി ചെറീസ് ഒക്കെ വെച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ആറ്റം അതൊക്കെ ഇലക്ട്രോൺ ആണ്. അതായത് ഒരു പുഡിങ്ങിൽ ചെറീസ് ഒക്കെ വെച്ചതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇലക്ട്രോൺ ആണ്. ബാക്കിയുള്ളതൊക്കെ അവിടെ പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതുപോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിനെ പറ്റിയിട്ട് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ ഇത് അദ്ദേഹം പറഞ്ഞതാണ്. പിന്നെന്താണ് വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ ഇത് അറിയപ്പെടാറുണ്ട്. അപ്പൊ ഇതൊക്കെ ആ വാട്ടർമെലൺ മോഡൽ, പ്ലം പുഡിംഗ് മോഡലൊക്കെ പറഞ്ഞു എന്നല്ലാതെ അത് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം. നെക്സ്റ്റ്, അടുത്തത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് റുദർഫോർഡിന്റെ ആറ്റോമിക് മോഡൽ. റുദർഫോർഡിന്റെ ആറ്റോമിക് മോഡൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു പരീക്ഷണം ചെയ്തു. ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ചിത്രത്തില് ഒരു ചുവന്ന ഒരു സംഭവം ഉണ്ടാവും, സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. അതൊരു ചെറിയൊരു ആൽഫ പാർട്ടിക്കിളിനെ
ബീമിനെ ഒരു ഗോൾഡ് ഫോയിലിനെ, ഇതാണ് നിങ്ങൾക്ക് ഈ സംഭവമാണ് ഗോൾഡ് ഫോയില്. ഗോൾഡ് ഫോയിലിലേക്ക് ഹിറ്റ് ചെയ്യിപ്പിച്ചു. ഹിറ്റ് ചെയ്തപ്പം അതിനുള്ളിലൂടെ കുറെ മോസ്റ്റ് പാർട്ടിക്കിൾ പാസ് സ്ട്രൈറ്റ് ത്രൂ ദ ഫോയിൽ. കുറച്ച് മിക്കവാറും പാർട്ടിക്കിൾസ് ഒക്കെ സ്ട്രൈറ്റ് ആയിട്ട് മിക്കവാറും ഇതിന് ചുറ്റുമുള്ള ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ആണ്, സ്ക്രീൻ ടു ഡിറ്റക്ട് സ്കാറ്റേർഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ സ്ക്രീന്. ആ സ്ക്രീനിൽ വന്ന് പതിച്ചു. ബാക്കിയുള്ള സം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്തിട്ട് തെറിച്ച് ബാക്കോട്ട് തന്നെ വന്നു. കുറച്ച് എണ്ണം മാത്രം എന്താക്കി, വളരെ കുറച്ച് ആ ഗോൾഡ് ഫോയിലുള്ള ആറ്റോമിക് ആൽഫ പാർട്ടിക്കിൾ കടത്തി വിട്ടപ്പോ വളരെ കുറച്ചെണ്ണം മാത്രം തിരിച്ച് ബാക്കോട്ട് വന്നു. അപ്പോ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് ആൽഫ പാർട്ടിക്കിളിനെ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു പാർട്ടിക്കിൾ ആണ് ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ സാധനം. ഈ ആൽഫ പാർട്ടിക്കിള് പോയിട്ട് ഈ ഗോൾഡ് ഫോയില് തട്ടിക്കഴിഞ്ഞപ്പം അവിടെ എല്ലാം പുറത്തോട്ട് പോയി. ചിലത് മാത്രം ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് ബാക്കോട്ട് വന്നു. അതിൽ 99.9% പുറത്തോട്ട് പോയപ്പോൾ 0.1% മാത്രം തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പൊ അവിടെ ആൽഫ പാർട്ടിക്കിള് നമുക്കറിയാം, നമ്മുടെ കെമിസ്ട്രിയിലുള്ള ഒരു കെമിസ്ട്രിയിൽ എന്നല്ല സയൻസിൽ തന്നെ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്ത്, പോസിറ്റീവ് ചാർജുകൾ വികർഷിക്കും, അതേപോലെ നെഗറ്റീവ് ചാർജും നെഗറ്റീവും പോസിറ്റീവും അട്രാക്ട് ചെയ്യും. സെയിം ചാർജുകൾ അഥവാ നെഗറ്റീവും അതുപോലെ പോസിറ്റീവും ഒക്കെ എന്താക്കും, വികർഷിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെ ആൽഫ പാർട്ടിക്കിൾ പോയ സമയത്ത് അവിടെ ഒരു നല്ലൊരു ഹെവി പോസിറ്റീവ് ചാർജില് മാസിനെ കണ്ടപ്പോ അത് തിരിച്ചിങ്ങോട്ട് വന്നു, കുറച്ച് ഭാഗം മാത്രം തിരിച്ചു വന്നു. അപ്പൊ അതിനർത്ഥം ഗോൾഡൻ ആറ്റത്തിന്റെ നടുവിൽ വളരെ ചെറിയ ഏരിയയിൽ, ശ്രദ്ധിക്കണം, 99.9 സാധനം പുറത്തോട്ട് പോയപ്പോൾ വളരെ 0.1% മാത്രമേ എന്താക്കുന്നുള്ളൂ, തിരിച്ചു വരുന്നുള്ളൂ. അപ്പൊ അവിടെ അത് തിരിച്ചു വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സെന്റർ ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ഇത് പറയുന്നുണ്ട്, it was found that although most of the particles scattered through the angles of border, അത് കുറച്ചെണ്ണം ആംഗിൾ ആയിട്ട് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഡീവിയേഷൻ സൂചിപ്പിക്കുന്നത് ഈ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ 1 ഡിഗ്രി ആംഗിളിൽ തിരിച്ചു വരാൻ കാരണം. അപ്പോ ഈ ഒരു എക്സ്പെരിമെന്റിനെയാണ്, ഇങ്ങനെ ആൽഫ പാർട്ടിക്കിൾ വെച്ചിട്ടുള്ള ആറ്റത്തിന്റെ മോഡല് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്വീകരിച്ച ഈ ഒരു എക്സ്പെരിമെന്റിനെയാണ് എന്ത് പറയുന്നത്, റൂദർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്, അല്ലെങ്കിൽ റൂദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റിന്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്തിരിക്കുന്ന ഒരു മോഡലിലേക്ക് നോക്കൂ. മിക്കവാറും ഈ രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിയാൽ ആക്ച്വൽ റിസൾട്ട് എന്നുള്ള ഒരു ചിത്രത്തിൽ, ബി ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസിന്റെ അവിടെ ഉള്ളത് മാത്രം ആംഗിളില് ഡീവിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അടുത്തത് എന്താണ് ഈ കൺക്ലൂഷൻ, റുദർഫോർഡിന്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ എന്ന് നമുക്ക് നോക്കാം. കൺക്ലൂഷൻ ഓഫ് റുദർഫോർഡ് എക്സ്പെരിമെന്റ് പറയുന്നത് എന്താ വെച്ചാൽ, the wall of the positive charge of the atom must be concentrated in a small spaces. Wall of the positive charges of atom must be concentrated in the positive spaces. The wall of the positive charge of the atom must be concentrated small spaces. അതായത് ഒരു ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സ്മോൾ സ്പേസിലാണ്. അതേപോലെ ആറ്റം ഈസ് മോസ്റ്റ്ലി ഹോളോ ഇൻസൈഡ്. മിക്കവാറും ആറ്റത്തിന്റെ മിക്കവാറും ഭാഗങ്ങൾ എന്താണ്, ഹോളോ ആണ്, അതായത് എംപ്റ്റി സ്പേസ് ആണ്. അതേപോലെ സിൻസ് ആൽഫ പാർട്ടിക്കിൾസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്, ദ പാർട്ട് ഓഫ് ദ ആറ്റംസ് ഡിഫ്ലക്റ്റിംഗ് ദം മസ്റ്റ് ആൽസോ ബി പോസിറ്റീവ്. ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അവ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആറ്റത്തിലുള്ള നടുവിലുള്ള ഭാഗവും എന്ത് തന്നെയാണ്, പോസിറ്റീവ് ചാർജ് തന്നെ ആയിരിക്കും. ഇത് നമുക്കറിയാം, നമ്മളിത് ഇങ്ങനെ പഠിച്ചതുകൊണ്ട് അറിയാം. പക്ഷെ ആ കാലഘട്ടങ്ങളിൽ
ആറ്റത്തിന്റെ നടുവിൽ ഇങ്ങനെ ഒരു കേന്ദ്രം ഉണ്ടെന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോ അടുത്തത് മോസ്റ്റ് ഓഫ് ദ മാസസ് ഓഫ് ദ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ്. ഒരു ആറ്റത്തിന്റെ മാസ് മുഴുവനും നമുക്കറിയാം ന്യൂക്ലിയോണുകൾ കിടക്കുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ആറ്റത്തിന്റെ മാസ് മുഴുവനും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ഈ മോഡലില് ദ മാസ് ഓഫ് ദ ആറ്റം ലീവിംഗ് ദ ആൻഡ് ദ whole പോസിറ്റീവ് ചാർജ് ആർ കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ആറ്റം. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. അതേപോലെ പിന്നെ ന്യൂക്ലിയസ് ഓഫ് ദ റേഡിയസ് എത്രയാണ്? 10⁻⁻15 മീറ്റർ ആണ്. The electrons are distributed around the nucleus in a hollow sphere of the radius 10⁻10 meter. ആറ്റത്തിന്റെ മൊത്തം റേഡിയസ് 10⁻⁻10 ആണെങ്കിൽ ന്യൂക്ലിയസിന്റെ 10⁻⁻15 ആയിരിക്കും. ഈ റുദർഫോർഡിന്റെ ആറ്റം മോഡലും നമ്മളത് കറക്റ്റ് ആയിട്ട് എടുത്തിട്ടില്ല. അതിനും കുറെ ഡ്രോബാക്സ് പിന്നീട് കണ്ടുപിടിച്ചു. ഈ പ്ലം പുഡിംഗ് മോഡലോ അല്ലെങ്കിൽ റുദർഫോർഡിന്റെ ആറ്റം മോഡലോ ഒന്നും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും പുതിയ യഥാർത്ഥ ആറ്റം മോഡൽ കണ്ടെത്താനുള്ള വഴിയിലുള്ള ഓരോ നാഴികക്കല്ലായിരുന്നു ഇവരുടെ ഒക്കെ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കുറെ കാലം അവരുടെ ജീവിതത്തിന്റെ വലിയ വലിയ ലൈഫ് സ്പാന് അവിടെ ചെലവഴിച്ചിട്ടാണ് ഇത്തരം ആറ്റം പോലുള്ള ആറ്റത്തിന്റെ ഒക്കെ ഇന്ന് കാണുന്ന ഇമേജിലേക്കും കാര്യങ്ങളൊക്കെ അന്നൊക്കെ ഇത്ര സാങ്കേതിക വിദ്യകളൊന്നും ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തില് അവരത് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ എത്തുന്നത്. അപ്പൊ എന്തൊക്കെയാണ് റുദർഫോർഡിന്റെ മോഡൽ ഡ്രോബാക്സ് എന്ന് നോക്കാം. ഇലക്ട്രോൺ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഹാവ് the സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അതായത് ഒരു സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ടായിരിക്കും പിന്നെ ന്യൂക്ലിയസിന്. അത് നമുക്കറിയാം, വട്ടത്തിൽ കറങ്ങുന്ന ഏത് സാധനത്തിനും ഉണ്ടാവുന്ന ഒരു സാധനമാണ് എന്ത്? അപകേന്ദ്ര ബലം. അത് ഉണ്ടാവുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ രൂപത്തിൽ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിനെ അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതേപോലെ അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രോഡൈനാമിക്സിന്റെ കൺസെപ്റ്റ്, ഇതൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. അതിലെ മൂന്നാമത്തെ സംഭവം പറയാം. ലാസ്റ്റിന്റെ തൊട്ട് മുന്നുള്ള സംഭവം ഒന്ന് നോക്കുക. ഡ്യൂ ടു ദിസ് കണ്ടിന്യൂസ് ലോസ് ഓഫ് ദ എനർജി ഓഫ് ഇലക്ട്രോൺസ്, the radii of their orbit should be continuously decreasing and ultimately the electron should fall into the nucleus. അദ്ദേഹം പറഞ്ഞത് പ്രകാരം എന്താണ്? പിന്നെ ആറ്റത്തിന് സൗരയൂഥ മാതൃകയാണ്, അതായത് സോളാർ സിസ്റ്റം മാതൃകയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് റുദർഫോർഡ്. അതായത് പിന്നെ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് റുദർഫോർഡ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം എന്താവണം? ഇങ്ങനെ അവസാനം പറയുന്നത് നമ്മളെ സണ്ണിന് ചുറ്റുമൊക്കെ ഓരോ ഗ്രഹങ്ങള് പ്ലാനറ്റ്സ് ഒക്കെ കറങ്ങി കഴിഞ്ഞാൽ അവസാനം ഈ സണ്ണിലേക്ക് എല്ലാ പ്ലാനറ്റും പോവും, അങ്ങനെ ലോകാവസാനം സംഭവിക്കുന്നതാണ്. അപ്പൊ അതേപോലെ ആറ്റത്തിലെ ഇലക്ട്രോൺസ് എല്ലാം കൂടി ന്യൂക്ലിയസിലേക്ക് പോവുക എന്നത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അപ്പോ റുദർഫോർഡിന് അതൊരിക്കലും എന്തായില്ല, അദ്ദേഹം പറഞ്ഞത് പ്രകാരം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിന് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി ഒരിക്കലും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഒരു പോയിന്റ് കണ്ടിട്ടുണ്ടാവും, റുദർഫോർഡ്സ് മോഡൽ ആൾസോ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്രം. ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ റുദർഫോർഡ് പരാജയപ്പെട്ടു. പിന്നെ അതേപോലെ അദ്ദേഹം ആറ്റത്തിന്റെ ഇവിടെ ഇലക്ട്രോഡൈനാമിക്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് ചാർജർ പാർട്ടിക്കിൾസ് റേഡിയേറ്റ് എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് കറങ്ങണെ പറ്റിയിട്ട്, അതായത് ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ പറ്റിയിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഇതൊക്കെ റുദർഫോർഡിന്റെ ഡ്രോബാക്സ് ആയിരുന്നു. അത് അങ്ങനെയാണ്, അത്രയും കാര്യങ്ങളാണ്. അപ്പൊ അദ്ദേഹം അതും എന്താക്കിയിട്ടില്ല, റുദർഫോർഡിന്റെ ആറ്റോമിക് മോഡലും കറക്റ്റ് ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോ 2 ആറ്റോമിക് മോഡൽ പ്രസ്താവിക്കപ്പെട്ടു. പ്ലം പുഡിംഗ് മോഡൽ ഉണ്ടായിരുന്നു,
ആദ്യം ഡാൾട്ടൺ പറഞ്ഞ ഒരു മോഡലുണ്ട്. ഡാൾട്ടൺ പക്ഷെ വിഭജിക്കേ ഇല്ല എന്നാ പറഞ്ഞത്. ആറ്റത്തിനെ വിഭജിക്കാനേ പറ്റില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അത് അപ്പാടെ തള്ളി. അതേപോലെ പിന്നെ പ്ലം പുഡിംഗ് മോഡൽ വെച്ചപ്പോ മുപ്പര് മൊത്തം ഒരു പുഡിംഗ് പോലെ അതിലെ കുറെ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അങ്ങനെ അത് രണ്ടും കൂടി കൂടിയിട്ട് ആറ്റത്തിന്റെ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചെങ്കിലും അതിനും യാതൊരു എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് അത് തള്ളി. പിന്നെ മൂന്നാമത് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നടത്തിയിട്ട് അദ്ദേഹം ന്യൂക്ലിയസ് കണ്ടെത്തി. ന്യൂക്ലിയസിന്റെ ഉള്ളില് 2 കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി. അതേപോലെ അങ്ങനെയൊക്കെ കണ്ടെത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. അത് എങ്ങനെയാണ് ഏകദേശം സൂര്യന് ചുറ്റും ഗ്രഹങ്ങള് കറങ്ങുന്നത് പോലെയാണ് ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്രഹങ്ങള് നശിക്കുന്നത് പോലെ ഇലക്ട്രോൺസ് നശിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇതുവരെ നടക്കുന്നില്ല. അത് നമ്മളെ കൺസർവേഷൻ ലോക്ക് എതിരാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് തന്നെ ഒരു ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ പറ്റിയിട്ടോ ഹൈഡ്രജന്റെ ലൈൻ സ്പെക്ട്രത്തിനെ പറ്റിയിട്ടോ നല്ലൊരു ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനെ പറ്റിയിട്ടോ ഒന്നും അദ്ദേഹത്തിന് തന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ട് റുദർഫോർഡിന്റെ ആറ്റം മോഡൽ എന്തായി? തള്ളിപ്പോയി. ഇനി അടുത്തത് പിന്നെ ഒരു നമുക്കറിയാം നമ്മള് 10th-ലും 8th-ലും ഒക്കെ പഠിക്കുന്ന ആറ്റം മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീൽസ് ബോറിന്റെ ആറ്റം മാതൃകയാണ്. നീൽസ് ബോറിന്റെ ആറ്റം മാതൃക പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു ഡാനിഷ് ഫിസിക്സിസ്റ്റ് ആണ്. അദ്ദേഹം ആണ് ആറ്റോമിക് സ്ട്രക്ചറിലെ ബോർ മോഡൽ ഡെവലപ്പ് ചെയ്ത് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ആറ്റോമിക് സ്ട്രക്ചറിനാണ് ബോർ മോഡൽ എന്ന് പേര് കൊടുത്തത്. അപ്പോ ഇങ്ങനെ ദ ഇൻട്രൊഡ്യൂസ് തിയറി ഓഫ് ദ ഇലക്ട്രോൺസ് ഓർ അദ്ദേഹം എങ്ങനെയാണ് ഇലക്ട്രോണിന് ചുറ്റും പിന്നെ എങ്ങനെയാണ് ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നത് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. എന്താണ് ബോറിന്റെ തിയറി പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബോറിന്റെ ഈ ഒരു മോഡൽ ഓഫ് ആറ്റത്തിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്യുവൽ ബിഹേവിയർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് ഒന്ന് പറയുന്നത്. അതേപോലെ സ്റ്റഡി ഓഫ് ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ. അപ്പൊ നമ്മൾ പറഞ്ഞു റുദർഫോർഡിന്റെ അറ്റോമിക് മോഡലില് ലൈൻ സ്പെക്ട്രത്തിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അതേപോലെ എന്തൊക്കെയോ അവ്യക്തതകൾ അതിൽ കുറെ ഉണ്ട്. അതായത് ഒരു ആറ്റത്തിനുള്ളിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ കറങ്ങി വരുമ്പോ ഒരു ഡ്യുവൽ ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ഡ്യുവൽ ക്യാരക്ടർ പറഞ്ഞാൽ ദ്വയം. ഡ്യുവൽ എന്ന് പറഞ്ഞാൽ ദ്വയം. അതായത് 2 ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഒരാൾക്ക് ഉണ്ടാവുക, പേഴ്സണാലിറ്റി ഉണ്ടാവുക. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് ആറ്റത്തിനുള്ളിൽ ഉള്ള കണങ്ങൾ സഞ്ചരിക്കുന്നതെന്നും ആറ്റം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് സഞ്ചരിക്കുന്നതെന്നും ആറ്റത്തിന് 2 ടൈപ്പ് ഓഫ് ബിഹേവിയർ ഉണ്ട് എന്നും. അതായത് 2 ടൈപ്പ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാർട്ടിക്കിൾ സ്വഭാവം, ആറ്റത്തിന് കണികാ സ്വഭാവം ഉണ്ട് എന്നും അതേപോലെ ആറ്റത്തിന് പാർട്ടിക്കിൾ നേച്ചറും അതുപോലെ വേവ് നേച്ചറും ഉണ്ട്. അതാണ് ഡ്യുവൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ആറ്റം. ഡ്യുവൽ പ്രോപ്പർട്ടീസ് ഓഫ് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിന് തരംഗ സ്വഭാവം ഉണ്ട്, അതുപോലെ ആറ്റത്തിന് പദാർത്ഥ സ്വഭാവം അഥവാ പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട് എന്നുള്ളതാണ് പിന്നീട് മനസ്സിലാക്കിയത്. അപ്പോ ഇങ്ങനെയൊക്കെ ഇതിനെ പറ്റിയൊക്കെ റുദർഫോർഡ് വിട്ടുകളഞ്ഞപ്പം, ആറ്റം മോഡലിനെ പറ്റിയിട്ട് വിട്ടുകളഞ്ഞപ്പോ നീൽസ് ബോർ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടേ ഇരുന്നു. അങ്ങനെ അദ്ദേഹം കുറെ ഓരോന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ബോറിന്റെ കുറച്ച് പോസ്റ്റുലേറ്റ്സ് അങ്ങ് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ പോസ്റ്റുലേറ്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ബോർ തിയറി പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോണുകൾ ഒരു ഫിക്സഡ് സർക്കുലർ ഓർബിറ്റിൽ ആറ്റത്തിന് ചുറ്റുമാണ് സഞ്ചരിക്കുന്നത്. അത് ഫിക്സഡ് സർക്കുലർ ഓർബിറ്റ്സ് ദ ഇലക്ട്രോൺസ് മൂവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ കോൺസെൻട്രിക് സർക്കുലർ ഓർബിറ്റ്. അതായത് ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഒരേപോലുള്ള മാറാത്ത
അത്രയും കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പാതയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ സ്റ്റേബിൾ ഓർബിറ്റ്സ് റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഈ ഓർബിറ്റൽസില് ഒരു സഞ്ചാര വഴിയിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ പോണ സമയത്ത് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ എന്താക്കൂല, അതിനൊക്കെ ഓരോ ഓർബിറ്റിനും സെയിം എനർജി. ഇത്ര എനർജി ഉണ്ടെങ്കിലോ ഒന്നാമത്തെ സഞ്ചാരപാതയില് ന്യൂക്ലിയസിന് ചുറ്റും പോകാൻ പറ്റുള്ളൂ. അതിനേക്കാൾ കൂടുതൽ എനർജി ആവും രണ്ടാമത്തേല്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനൊന്നും പറ്റൂല എന്നുള്ളതാണ്. അതായത് while revolving the stable orbits the electron do not radiate energy in spite of their acceleration towards the center of the orbit. ഒരിക്കലും അവയുടെ ആക്സിലറേഷൻ സെന്റർ ഓഫ് ഓർബിറ്റിലേക്കുള്ള ആക്സിലറേഷൻ മറികടന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. Each of the fixed orbits is associated with a definite amount of the energy called stationary energy. ഓരോ KLMN ആറ്റത്തിന് ചുറ്റുമുള്ള ഒന്നാമത്തെ ഓർബിറ്റ് K ആണ്. K. രണ്ടാമത്തെ ഓർബിറ്റ് L ആണ്. ആറ്റത്തിന് ചുറ്റും ഉള്ള മൂന്നാമത്തെ ഓർബിറ്റിൽ M ആണ്. നാലാമത്തെ ഓർബിറ്റിൽ N ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ Kയിൽ ഒരു എനർജി ലെവലാണ്, Lന് വേറെ എനർജി ലെവലാണ്, Mന് വേറെയാണ് Nന്. ഇവ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടലൊന്നും ഉണ്ടാവില്ലാന്ന്. പക്ഷെ ചില സമയത്ത് എനർജി മാറിക്കഴിഞ്ഞാല്, ഒരു ഇലക്ട്രോൺ നല്ല എനർജി കിട്ടിക്കഴിഞ്ഞാല് എനർജി അബ്സോർബ് ചെയ്തിട്ട് എന്താക്കും, ഹയർ ലെവലിലേക്ക് ഇലക്ട്രോൺ അങ്ങ് ചാടിക്കാളും. എനർജി അബ്സോർബ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എനർജി പുറത്തേക്ക് വിട്ടിട്ടൊക്കെ ഓരോന്നൊക്കെ ചെയ്യും. അതേപോലെ ഇങ്ങനെ അങ്ങനെ ചാടൽ നടക്കും. ജമ്പിങ് ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം വൺ എനർജി ലെവൽ ടു ദ അതർ. ഗ്രൗണ്ട് സ്റ്റേറ്റിന്ന് എക്സൈറ്റഡ് ലെവൽ, ഏറ്റവും ഗ്രൗണ്ട് സ്റ്റേറ്റിന്ന് പിന്നെ കഴിഞ്ഞാലുള്ള ബാക്കിയുള്ള സ്റ്റേറ്റിനൊക്കെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാ പറയാ. അതായത് ഒന്ന് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നതിനാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ആംഗുലാർ മൊമെന്റം, ആറ്റത്തിനുള്ളിലുള്ള, നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, തിരിയുന്ന വസ്തുക്കൾക്ക് ഉണ്ടാവുന്ന മൊമെന്റമാണ്, ആക്കമാണ് എന്ത്, ആംഗുലാർ മൊമെന്റം. അപ്പൊ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങണ സാധനല്ലേ, അപ്പൊ അതിന് എന്തുണ്ടാവും, ആംഗുലാർ മൊമെന്റം ഉണ്ട്. അപ്പൊ ഈ ഓർബിറ്റും ഉണ്ട്, സർക്കുലർ പാത്ത് ഉണ്ടല്ലോ, വൃത്തപാതയുണ്ട് ആറ്റത്തിന് ചുറ്റും. അപ്പൊ അദ്ദേഹം ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ലാസ്റ്റ് ലൈൻ ഫിഫ്ത്ത് പോയിന്റ്, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. അതായത് h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനമാണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അദ്ദേഹത്തിന് നിങ്ങൾ പരിചയപ്പെടുമായിരിക്കും. അപ്പോ സാധാരണ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഒക്കെ പിന്നെ നമുക്ക് പഠിക്കാനുണ്ട്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമുക്ക് പഠിക്കാം. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ബോറിന്റെ angular momentum of electron around the nucleus is the integral multiple of h/2π ആണ്. ആംഗുലാർ മൊമെന്റത്തിന് നമ്മൾ സാധാരണ ഒമേഗ, അതായത് W, സ്മോൾ ലെറ്റർ W പോലുള്ള ഒരു ലെറ്റർ ആണ് സൂചിപ്പിക്കാറുള്ളത്. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക, ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ h/2π. ഇത്രയും പോസ്റ്റ്ലേറ്റ്സ് ആണ് ബോറിന്റെ പോസ്റ്റ്ലേറ്റ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഈ ബോറിന്റെ പോസ്റ്റ്ലേറ്റ്സിനും കുറച്ച് ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട്. അതെന്താ വെച്ചാല് ചെറിയ നോ എക്സ്പ്ലനേഷൻ ഫോർ ദ സ്പെക്ട്ര ഓഫ് ദ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം. ഹൈഡ്രജന് ഹീലിയത്തിനൊക്കെ പോലുള്ള ഇലക്ട്രോൺസിന്റെ ഒന്നും ആറ്റത്തിന്റെ ഒന്നും സ്പെക്ട്രത്തിന് ബോറിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതേപോലെ കറക്റ്റ് ഒരു സ്പെക്ട്രം ഓഫ് ആറ്റത്തിനെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലനേഷനും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആറ്റത്തിനുള്ളിലുള്ള ഒരു സംഭവം ഉണ്ട്, സീമാൻ ഇഫക്റ്റും ഉണ്ട്, അതേപോലെ സ്റ്റാർക്ക് ഇഫക്റ്റും ഉണ്ട്. അതായത് സീമാൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ലൈനിന്റെയും ഇലക്ട്രിക് ലൈനിന്റെയും ഒക്കെ പ്രോപ്പർട്ടീസ്, ആറ്റത്തിനുള്ളിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ലൈനുകളുടെയും അതേപോലെ അതായത് ഒരു റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്ന സമയത്ത്
ഓരോ സ്പെക്ട്രൽ ലൈനും സ്പ്ലിറ്റ് ഇൻ ടു നമ്പർ ഓഫ് ലൈൻസ് ആയിട്ട് എന്താക്കുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യും. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഒരു സ്പെക്ട്രൽ ലൈന് സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സാധാരണ സീമാൻ ഇഫക്റ്റ് എന്ന് പറയാറുള്ളത്. അപ്പൊ അദ്ദേഹം ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിന്റെ ഉള്ളിൽ കുറെ ലൈൻസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് സ്പ്ലിറ്റ് ചെയ്ത് പോവാന്നൊന്നും ബോറിന് പറയാൻ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ ലൈന് ഈ സ്പെക്ട്രൽ ലൈന് സ്പ്ലിറ്റ് ചെയ്ത് പോണേനാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറയാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ചെല്ലുന്ന സമയത്ത് സ്പെക്ട്രൽ ലൈനിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ പറ്റിയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചിട്ടില്ല, ബോറിന് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. അതേപോലെ ഇനി നമ്മള് വേറൊരു സംഭവമാണ് പഠിക്കാൻ പോകുന്നത്, ആറ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ. അതായത് ഇത് ഒരു ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് തന്നെ വരുന്നതാണ്. നമ്മൾ ആറ്റത്തിനെ പഠിച്ചു കഴിഞ്ഞാല് ആറ്റത്തിന്റെ ഒറ്റ മിനിറ്റ്, ഒരു ആറ്റത്തിനെ ഇത് നോക്കുക. എന്താണ് ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീലിയത്തിന് താഴെയുള്ള അല്ലെ അറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് ദ പ്രോട്ടോൺ ആൻഡ് മാസ് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് ദ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺസ്. അപ്പൊ നോക്കൂ, ഇതിൽ ഈ ആറ്റത്തിൽ കുറച്ചും കൂടി പിക്ചർ കറക്റ്റ് ആണ്. പോസിറ്റീവ് ചാർജ് ഉള്ള സാധനം പ്രോട്ടോണ്, ഇതൊക്കെ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ളതാണ്. ചാർജ് ഇല്ലാത്തത് ന്യൂട്രോണ്. ഇലക്ട്രോൺ ഇതാ കണ്ടില്ല, ചുറ്റുള്ള ഒരു സർക്കുലർ പാത്തിൽ രണ്ടെണ്ണം ഫിൽ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇനി എന്താണ് ഒരു ആറ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ഐസോടോപ്പ്. എന്താണ് ഐസോടോപ്പ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും. എന്താണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എലമെന്റ്സ് ഒരേപോലത്തെ എലമെന്റ്സ് ആയിരിക്കും. അതായത് എല്ലാത്തിന്റെ ഒരു എലമെന്റ്സ് ആവുക പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ഒരേ അറ്റോമിക് നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, എന്നാൽ അതിന്റെ മാസ് നമ്പർ വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഹൈഡ്രജൻ ഉണ്ട് ഐസോടോപ്പ് H11, H12, H13 എന്ന് പറഞ്ഞ പ്രോട്ടിയം, ട്രിഷ്യം, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതൊരു ഹൈഡ്രജന്റെ ഐസോടോപ്പാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഉദാഹരണത്തിൽ നോക്കൂ, കാർബണിന്റെ ഐസോടോപ്പുകളെ പറ്റി കാണാൻ പറ്റും. കാർബൺ ആറ്റത്തിന് ചുറ്റും കാർബണിന്റെ അറ്റോമിക് നമ്പർ എപ്പോഴും എന്താണ്, 6ആണ്. ഈ കാർബണിന്റെ മാസ് നമ്പർ ഒന്നാമത്തേൽ 12ആണ്. അപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തേൽ നോക്കിയപ്പോ കാർബണിന്റെ അറ്റോമിക് നമ്പർ വീണ്ടും 6 തന്നെയാണ്. പക്ഷെ 13 എത്തുമ്പോ മാസ് നമ്പർ ഒന്ന് കൂടി. അതുപോലെ മൂന്നാമത്തേൽ കാർബണിന്റെ അറ്റോമിക് നമ്പർ എപ്പോഴും 6 തന്നെയാണ്. 14 എത്തുമ്പോ മാസ് നമ്പർ വീണ്ടും ഒന്ന് കൂടി. അപ്പൊ അതിനർത്ഥം മാസ് നമ്പറിൽ ഇങ്ങനെ മാറുന്നുണ്ട്, എന്നാൽ അറ്റോമിക് നമ്പറിൽ ഒരു ചേഞ്ചും വരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഉദാഹരണം തന്നിട്ടുള്ളത് കാർബണിനെ പറ്റിയിട്ടാണ്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14. അപ്പോ എല്ലാത്തിന്റെയും അറ്റോമിക് നമ്പർ എന്ത് തന്നെയാണ്, 6 ആണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തത് ഐസോബാർസ്. ഐസോബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റ്സ് ഹാവിംഗ് ദ സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ഇസ് ഐസോടോപ്സ്. അപ്പൊ ഐസോടോപ്സ് പെട്ടെന്ന് കറക്റ്റ് ആയിട്ട് അങ്ങ് ക്ലിയർ ആക്കണം. കാരണം സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെന്റ് മാസ് നമ്പർ. ഇനി ബാക്കിയുള്ളതൊക്കെ പഠിക്കുമ്പോൾ നേരെ തിരിച്ചായി പോവരുത്. അപ്പൊ ആ രൂപത്തിൽ തന്നെ കൃത്യമായിട്ട് എന്താക്കുക, പഠിക്കുക. ഓക്കെ, അടുത്തത് ഐസോബാർസ്. എലമെന്റ്സ് ഹാവിംഗ് ദ സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പേഴ്സ്. നേരത്തെ പറഞ്ഞത് എന്താണ്, കാർബണിന്റെ ആറ്റോമിക് നമ്പർ സെയിം ആണ്, എന്നാൽ പിന്നെ മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. എന്നാൽ മാസ് നമ്പർ ഒന്നാവണതിനാണ് എന്ത് പറയാ, മാസ് നമ്പർ സെയിം ആവുക, എന്നാൽ അറ്റോമിക് നമ്പർ വ്യത്യസ്തമാവും. അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്താ, നമ്മള് ഐസോബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ മൂലകം ആയിരിക്കൂല.
അത് വ്യത്യസ്ത മൂലകമായിരിക്കും. ആറ്റോമിക് നമ്പർ മാറാന്ന് പറഞ്ഞാൽ എന്താ, മൂലകം തന്നെ മാറാന്നല്ലേ. അപ്പൊ വ്യത്യസ്ത മൂലകങ്ങളില് ഒരേ മാസ് നമ്പർ ഉള്ള സംഭവത്തിനെ നമ്മള് കൂട്ടിച്ചേർത്താല് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐസോബാർസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കൂ, മാസ് നമ്പർ ക്ലോറിൻ 40, സൾഫർ 40, ആർഗൺ 40, പൊട്ടാസ്യം 40, കാൽഷ്യം 40, എല്ലാത്തിനും 40 ആണ് അതിന്റെ മാസ് നമ്പർ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, isobars containing 40 nucleons, however they contain varying atomic number. അത് സെയിം അറ്റോമിക് നമ്പർ അല്ല, വ്യത്യസ്ത അറ്റോമിക് നമ്പർ ആണുള്ളത്. ഇനി ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മോളിക്കുലർ ഫോർമുല ഉള്ളവയാണ് ഐസോമേഴ്സ് എന്ന് പറയാം. അത് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനൊന്നുമില്ല. പക്ഷെ എന്താ, നമ്മൾ ഐസോടോപ്പും ഐസോബാറും പറയുമ്പോ ഐസോമറും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും. ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരേ മോളിക്കുലർ ഫോർമുലയും വ്യത്യസ്ത ഘടനാവാക്യം ഉള്ളവയാണ് ഐസോമേഴ്സ്. ഇനി ഐസോടോൺസ് എന്ന് പറഞ്ഞാൽ ഈ കാർബൺ ബോറോൺ 12ഉം കാർബൺ 13ഉം ആണ് ഇവിടെ ഉദാഹരണം പറഞ്ഞത്. ബോറോണിന്റെ 4ആണ്, കാർബണിന്റെ 6ആണ്. അപ്പൊ 12 മൈനസ് 4 8ആണ്. 13 മൈനസ് 6 എന്താണ്, 8ആണ്. അപ്പൊ അതുകൊണ്ട് അല്ല എത്ര വരിക, ബോറോൺ ബെറിലിയം ബോറോൺ കാർബൺ 5, 12 മൈനസ് 5 വരെ കേട്ടോ. 12 മൈനസ് 5 7ആണ്. അതേപോലെ 13 മൈനസ് 6 എന്താണ്, 7ആണ്. ബോത്ത് കണ്ടെയ്ൻ 7 ന്യൂട്രോൺസ്. അപ്പൊ ന്യൂട്രോണിന്റെ നമ്പർ സെയിം ആണെന്നുണ്ടെങ്കിൽ അവയാണ് നമ്മൾ എന്ത് പറയാ, ഐസോടോൺസ് എന്ന് പറയുന്നത്. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്, കൃത്യമായിട്ട് ഫോളോ ചെയ്യട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ദഹിക്കാതെ കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളെ ബോറിന്റെ ഒരു ഇത് പറഞ്ഞപ്പോ പിന്നെ അറ്റോമിക് തിയറി പറഞ്ഞ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സ്പെക്ട്രത്തിനെയും ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെയും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഡ്യുവൽ ക്യാരക്ടറിനെ പറ്റിയിട്ടും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനു മുമ്പ് നമുക്ക് എന്താണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നൊന്ന് അറിഞ്ഞിരിക്കണം. ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്കറിയാം 2 വേവ് ഉണ്ട്, ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും. അതായത് ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ തന്നെ ഉണ്ട് എന്ത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ബോത്ത് ദ വേവ്സ്, ദ ലൈറ്റ് വേവ്സ് ആണ്, പ്രകാശ കിരണങ്ങളാണ്, പ്രകാശ തരംഗങ്ങളാണ്. അവയ്ക്ക് ബോത്ത് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും, അതേപോലെ ബോത്ത് ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും. 2 ഫീൽഡും ഉണ്ടാവുന്ന പിന്നെ 2 മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാകുന്ന ലൈറ്റ് വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അതിന്റെ റെപ്രസെന്റേഷൻ ആണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഇലക്ട്രിക്കൽ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഈ ബ്ലാക്ക് ഇലക്ട്രിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രേഷ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്തായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അപ്പൊ ഇതിന് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്. നോക്കൂ, അപ്പോ അതിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ലാംഡ ആണ്. അതിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത് ലാംഡ ആണ്. ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രസ്റ്റിൽ നിന്ന് മറ്റൊരു ക്രസ്റ്റിലേക്കുള്ള ദൂരം, അല്ലെങ്കിൽ ഒരു ട്രഫിന്ന് ഈ ക്രസ്റ്റും ട്രഫും എന്താന്ന് വെച്ചാല്, ക്രസ്റ്റ് പറഞ്ഞാൽ മുകൾ ഭാഗത്തോട്ടുള്ള ആ ഒരു വേവിന്റെ പാർട്ടിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയാ. താഴ്ഭാഗത്തേക്കുള്ള പാർട്ടിനെയാണ് നമ്മൾ ട്രഫ് എന്ന് പറയാ. അപ്പൊ 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലത്തിനെയാണ് യഥാർത്ഥത്തിൽ ഒരു വേവിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. 2 ട്രഫുകൾ തമ്മിലുള്ള അകലം ആയാലും അതെന്ത് തന്നെയാണ്, വേവ് ലെങ്ത് തന്നെയാണ്. അപ്പൊ ഈ ഒരു പിന്നെ വേവിന്റെ ഒരു ഉയരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ വേവിന്റെ ഉയരം, അതായത് ഇവിടെ നമുക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആരോ മാർക്ക് ഇട്ട് കാണിക്കുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതാണ് ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇനി അടുത്തത്
ഇതില് ഇലക്ട്രിക് ഫീൽഡ് കോമ്പോസിഷനും മാഗ്നറ്റിക് ഫീൽഡ് കോമ്പോസിഷനും ഒക്കെ കാണിക്കുന്ന ഒരു ചിത്രമാണ്. ഓക്കെ, ഇനി എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ ഒരു ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു ദ മാക്സിമം ഹൈറ്റ് ടു വിച്ച് ദ വേവ് ഓസിലേറ്റ്സ് equals the height of the crust or depth of the trough. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിൽ അടയാളപ്പെടുത്തിയത് ഇവിടെ കണ്ടു. ഈ ആംപ്ലിറ്റ്യൂഡിനെ, ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. അതായത് ഒരു ട്രഫിന്റെ താഴ്ഭാഗത്ത് നിന്ന് മറ്റേ പോകുന്ന നമ്മളൊരു അവലംബകത്തേക്കുള്ള ഒരു ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, പിന്നെ ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി വേവ് ലെങ്ത്, it is the linear distance between the two consecutive wave crust or wave trough as shown in figure. വേവ് ലെങ്ത് നോക്കൂ, നമുക്കറിയാം ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ഒന്നെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു ക്രസ്റ്റിന്റെ തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ലാംഡ. അല്ലെങ്കിൽ ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ അടുത്തത്, അപ്പൊ വേവ് ലെങ്തിന് സാധാരണഗതിയിൽ സൂചിപ്പിക്കാറുള്ളത് ലാംഡ എന്നാണ്. വേവ് ലെങ്തിന്റെ യൂണിറ്റ്സ് പല ടേംസിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അതായത് മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യും, അതുപോലെ സെന്റിമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യും, നാനോമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യും, അതേപോലെ ആൻസ്ട്രമിൽ. 1 ആൻസ്ട്രം എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അന്ന് SI യൂണിറ്റ് പഠിച്ചതാണ്. 10⁻⁻10 മീറ്റർ എന്ന് വെച്ചിട്ട് എന്താക്കണം, ഗുണിക്കണം. ഇനി അടുത്തത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ദ വേവ് ക്രസ്റ്റ് ത്രൂ ഒരു സെക്കൻഡില് ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുന്ന തരംഗങ്ങളുടെ എണ്ണത്തിനെയാണ് വേവ് ക്രസ്റ്റ് അല്ലെങ്കിൽ വേവ് ട്രഫ്. ഒന്നെങ്കിൽ ശൃംഗങ്ങളുടെ എണ്ണം, അല്ലെങ്കിൽ ഗർത്തങ്ങളുടെ എണ്ണം, ഒന്നെങ്കിൽ ക്രസ്റ്റിന്റെ എണ്ണം, അല്ലെങ്കിൽ ട്രഫിന്റെ എണ്ണം. അതിനെയാണ് എന്ത് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിന്റെ യൂണിറ്റ് നമുക്ക് അറിയാം, ഹെഡ്സ് എന്നാണ്. പിന്നെ അതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം ന്യൂ ആണ് കേട്ടോ. ഇതാ ന്യൂ, ഗ്രീക്ക് ലെറ്റർ ന്യൂ. ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വി പോലെ കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, വി പോലെ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത്, ന്യൂ. അടുത്തതാണ് ഈ വേവ് ലെങ്തിനെ സൂചിപ്പിക്കുന്ന ചിത്രം ലാംഡയാണ്. ഈ ലാംഡ ഒരു പിന്നെ ഒരു വര വരച്ചിട്ട് ഇങ്ങനെ ലാംഡ, ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്, 10th നിങ്ങൾ പഠിച്ചതാണ്. ലാംഡ അറിയും. അതുപോലെ ലാംഡയുടെ യൂണിറ്റ് ആണ് എന്ത്, ആൻസ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് ഫ്രീക്വൻസി പറഞ്ഞു, വേവ് ലെങ്ത് പറഞ്ഞു, അതേപോലെ വേവ് നമ്പർ ശ്രദ്ധിക്കണം. ഇതൊരു പുതിയ ടേം ആണ്. ന്യൂ ബാർ എന്നാണ് നമ്മളത് സൂചിപ്പിക്കുന്നത്. അതായത് അതിന്റെ മുകളിൽ ഒരു വര കൊടുക്കുക, ന്യൂ ബാർ എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ന്യൂ ബാർ. വേവ് നമ്പർ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ദ വേവ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു പെർ യൂണിറ്റ് ലെങ്ത്തിലുള്ള നമ്പർ ഓഫ് വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂ ബാർ എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ഈക്വൽ ടു ദ റെസിപ്രോക്കൽ ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് ദ SI യൂണിറ്റ് ഓഫ് ദ ന്യൂ ബാർ is മീറ്റർ ഇൻവേഴ്സ്. 1/λ എന്നാണ് ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോം ഉള്ളത്. റെസിപ്രോക്കൽ ഓഫ് ദ വേവ് ലെങ്ത്, ഇറ്റ് ഈസ് ഈക്വൽ ടു ദ റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്, ദ നമ്പർ ഓഫ് ദ വേവ്സ് പെർ യൂണിറ്റ് ലെങ്ത്, അല്ലെങ്കിൽ ദ റെസിപ്രോക്കൽ ഓഫ് ദ വേവ് ലെങ്ത് എന്നും പറയാറുണ്ട്. The SI unit of the wavelength is meter inverse. However, sometimes it is also expressed as the centimeter inverse. ഇതൊക്കെ നമ്മൾ അതിന്റെ യൂണിറ്റ് ആണ്. അതായത് മീറ്റർ ഇൻവേഴ്സ്, സെന്റിമീറ്റർ ഇൻവേഴ്സ്, ലെങ്ത്തിന്റെ ഏതൊക്കെ യൂണിറ്റ് ആണോ അതിന്റെയൊക്കെ ഇൻവേഴ്സുകൾ. ഇതൊക്കെയാണ് അതിന്റെ ക്യാരക്ടേഴ്സ് കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് നമ്മളെ റുദർഫോർഡിന്റെ ആൽഫ എക്സ്പെരിമെന്റിന്റെ വേറൊരു ഫോട്ടോ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാണ്. എക്സ്പെക്റ്റഡ് റിസൾട്ട് ഇങ്ങനെയൊക്കെ പോണെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ സംഭവിക്കുന്നതോ ആ ന്യൂക്ലിയസുകളെ തട്ടിയിട്ട് കുറെ എണ്ണം ഡിഫ്ലക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ചിലത് തിരിച്ചു വരുന്നു.
എന്നാ ബാക്കി 99.9 എന്താക്കുന്നത് പോകുന്നു. ഇതാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കാനുള്ളത് ആറ്റത്തിനുള്ളിലുള്ള ഇലക്ട്രോൺസിന്റെ സിമ്പല് ഇ എന്നാണ്. പിന്നെ ഇതിന്റെ സിമ്പല് ഇ എന്നാണ്. മാസ് കിലോഗ്രാം. അതുപോലെ ആക്ച്വൽ ചാർജ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് പഠിക്കുക, നോട്ട് ചെയ്യേണ്ട സാധനമാണ്. 1.60 ഇൻറ്റു 10⁻⁻19 അതിന് മൈനസ് ചിഹ്നാണ്. റിലേറ്റീവ് ചാർജ് -1. പ്രോട്ടോണ് പി, സിമ്പല് പി ആണ്. മാസ് 1.672 ഇൻറ്റു പ്രോട്ടോണിന്റെ എത്രയാണോ ഇലക്ട്രോണിന്റെ മാസ് 9.1 ഇൻറ്റു 10⁻31 ആണ്. അതുപോലെ പിന്നെ ആക്ച്വൽ ചാർജ് ഓഫ് ഇലക്ട്രോണും അതുപോലെ പ്രോട്ടോണിന്റെ ചാർജും നിങ്ങൾക്ക് തുല്യമായിട്ട് കാണാൻ പറ്റും. പക്ഷെ റിലേറ്റീവ് ചാർജ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റുകൾ ഇവിടെ ഉള്ളത് എന്താണ്, ഒരു റിലേറ്റീവ് ചാർജസ് കാണാൻ പറ്റും. -1, +1 എന്നിവയാണ്. അപ്പോ ഇതാണ് റിലേറ്റീവ് ചാർജസ്. ഇവിടെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ചാർജുകൾ നോക്കുക, രണ്ടും തുല്യമാണ്. എന്നാൽ ഇവിടെ പിന്നെ എന്താണ്, മാസുകൾ ഒക്കത്തിന്റെയും വ്യത്യാസമുണ്ട് കേട്ടോ. ഏകദേശം മാസ് ഓഫ് പ്രോട്ടോണും ന്യൂട്രോണും ആണ് സെയിം ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ആറ്റത്തിനുള്ളിലുള്ള സംഭവങ്ങള്. പിന്നെ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക, ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. എന്നാൽ പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത് പിന്നെ ആരാണ്? പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. അതുപോലെ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ്. അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, അടുത്തതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. എന്താണ് പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ മുന്നേ എന്താണ് പിന്നെ സാധാരണ ഈ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താണ് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം. ഈ പിന്നെ എന്താണ്, ഒരു വൈറ്റ് ലൈറ്റ്, ഏതെങ്കിലും ഒരു സോഴ്സ് ഒരു വൈറ്റ് ലൈറ്റ് നമ്മളെ സൂര്യൻ ഒരു പ്രിസത്തിലേക്ക് പോവാണ് വിചാരിച്ചോ. ആ വൈറ്റ് ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 7 കളറായിട്ട് മാറുന്നുണ്ട്. ആ വൈറ്റ് ലൈറ്റിനെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 7 ആ വൈറ്റ് ലൈറ്റിനെ വിസിബിൾ ലൈറ്റ് എന്നാണ് നമ്മളെ സാധാരണ ലൈറ്റിനെ പറയാം. അത് 7 കളറായിട്ട് മാറും. അങ്ങനെ ഈ 7 കളറ് ആയിട്ട് മാറിയ ആ 7 കളറിനും വ്യത്യസ്ത വേവ് ലെങ്ത് ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോ ഈ ലൈറ്റിന് ഡിഫറെന്റ് ഫ്രീക്വൻസി ഉണ്ടായിരിക്കും, ഡിഫറെന്റ് ആവൃത്തികളായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഈ ഒരു ഡിസ്പേർഷൻ പാറ്റേണിനെയാണ് റേഡിയേഷൻ. ഇങ്ങനെ ഈ ഒരു റേഡിയേഷന്റെ ലൈറ്റ് റേഡിയേഷൻസിന്റെ ഈ ഒരു ഡിസ്പേർഷൻ വേവ് ലെങ്ത്, വ്യത്യസ്ത വേവ് ലെങ്ത് ആയിട്ട് തരം തിരിക്കുന്ന ഡിസ്പേർഷൻ പാറ്റേണിനെയാണ് എന്ത് പറയുന്നത്, ആറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് കിട്ടുന്നതാണ് എന്ത്, ആറ്റോമിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അതേപോലെ ഈ റേഡിയേഷൻസ് എമിറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന സ്പെക്ട്രത്തിന് എമിഷൻ സ്പെക്ട്രം എന്നും, റേഡിയേഷൻസ് ആഗിരണം ചെയ്തിട്ടുണ്ടാവുന്ന സ്പെക്ട്രത്തിന് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്നൊക്കെ പറയാറുണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നൊന്ന് പഠിക്കാനുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമ്മൾ പറഞ്ഞു. അതേപോലെ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പഠിക്കാനുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ ഫ്രീക്വൻസീസ് ഓഫ് ദ റേസ്, അതായത് ഗാമ റേസിനെക്കാളും ഫ്രീക്വൻസി ആണ് ആർക്ക്, എക്സ് റേസിന്.
അറേഞ്ച്മെന്റ് ഓഫ് ദ വേവ് ലെങ്ത്തിന്റെ ഒന്നെങ്കിൽ വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിങ് ഓർഡറില് വേവ് ലെങ്ത് കൂടുമ്പോ എപ്പോഴും എന്ത് കുറയും, ഫ്രീക്വൻസി കുറയാണ് ചെയ്യുക. അപ്പൊ ഗാമ റേസ് അങ്ങനെ നമ്മൾ തരംതിരിച്ചതാണ് ഗാമ, എക്സ്റേ, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ ആയിട്ട് നമ്മൾ തരംതിരിച്ചാണ്. ഇതാണ് സ്പെക്ട്രം. അപ്പൊ നോക്കൂ, ഗാമ റേസ്, എക്സ് റേസ്, യു വി റേസ്, വിസിബിൾ ലൈറ്റ് അതാണ് മുകളിൽ നമ്മൾ ഇപ്പൊ കാണുന്ന സൂര്യപ്രകാശം, ഇൻഫ്രാറെഡ് ആൻഡ് എന്താണ് റേഡിയോ വേവ്സ്, ഇത്രയും സംഭവങ്ങളാക്കിയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇങ്ങനെ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോണത് ദ ലൈൻ സ്പെക്ട്രം ഓഫ് ദ ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ലൈൻ സ്പെക്ട്രത്തിനെ പറ്റിയിട്ടാണ്. ഇതാണ് ഹൈഡ്രജന്റെ ലൈൻ സ്പെക്ട്രം. ഹൈഡ്രജന്റെ ലൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നോക്കൂ, ഹൈഡ്രജനെ നമ്മളൊരു സ്പെക്ട്രത്തിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാല് ഹൈഡ്രജന് എത്ര എണ്ണായിട്ട് തരംതിരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, N1, N2, N3, N4, N5, N6 ഇതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്തേക്കാം. അതേപോലെ ഇവിടെ ഉണ്ട്, ഇവിടെ താഴെ നിങ്ങൾക്ക് ഈ കളറിന്റെ ഇടയിൽ കാണാൻ പറ്റും ലേമാന്, ലൈൻസ് ആണ്. ലേമാന്, ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, വഫൺ സീരീസ്. അപ്പൊ ഇതാണ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഹൈഡ്രജനിലൂടെ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്ത് കഴിഞ്ഞാല് ലോ പ്രഷറിലായിരിക്കെ ഹൈഡ്രജൻ മോളിക്യൂൾസ് ഡിസോസിയേറ്റഡ് ടു ഫോം. അത് പിന്നെന്താ, ഹൈഡ്രജൻ ആറ്റം H2 ആണല്ലോ ഹൈഡ്രജൻ മോളിക്യൂൾസ്. അതങ്ങട്ട് അതിലൂടെ ഈ സ്പാർക്ക് കടത്തി വിടുമ്പോ ഡിസ്ചാർജ്, ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്ത് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ആയിട്ട് ഓരോ ആറ്റം ആയിട്ട് മാറും. എന്നിട്ടോ ദ എക്സൈറ്റഡ് ഹൈഡ്രജൻ ആറ്റം എമിറ്റ്സ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്. അങ്ങനെ ഈ എക്സൈറ്റ് ചെയ്യുന്ന ഹൈഡ്രജൻ ആറ്റം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള എമിറ്റഡ് റേഡിയേഷൻസ് ഒരു സ്പെക്ട്രോസ്കോപ്പിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന സാധനത്തിനെയാണ്, നമുക്കൊരു പാറ്റേൺ കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രജൻ മോളിക്യൂൾസിനെ ഒരു ഡിസ്ചാർജ്, ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുത്തു കഴിഞ്ഞാല് അത് ഹൈഡ്രജൻ ആറ്റങ്ങളായിട്ട് മാറും. അതില് ഹൈഡ്രജൻ ആറ്റം ആയി കഴിഞ്ഞാൽ അവ എക്സൈറ്റഡ് ലെവലിലേക്ക് പോകും. ആ എക്സൈറ്റഡ് ലെവലിലേക്ക് പോണ സമയത്ത് അത് എമിറ്റ് ചെയ്യണ കുറെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. അതിനെല്ലാം കൂടി നമ്മൾ സ്പെക്ട്രോസ്കോപ്പിലൂടെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് നല്ല വർണ്ണരാജികളായിട്ടുള്ള ലൈൻസ് കിട്ടും. ഈ ലൈൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ആരൊക്കെയാണത്? ലേമാൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫണ്ട് സീരീസ്. അത് ലാൽ ബാൽ പാൽ ബ്രാക്ടിഫൺ എന്നൊക്കെ വെച്ചിട്ട് ലാൽ ബാൽ പാൽ, ലേമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ന്യൂമോണിക്സ് വെച്ചിട്ട് വെറുതെ ഓർത്തെടുക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ അപ്പൊ ഈ സംഭവം ലേമാന്, ബാമർ, പാഷൻ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇതാണ് എന്ത്, ലൈൻ സ്പെക്ട്രം ഓഫ് ദ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി അടുത്തത് ഓക്കെ, അതാണ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി നെക്സ്റ്റ് അപ്പൊ ഈ ഒരു ചിത്രത്തിൽ നോക്കി നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ലേമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. അപ്പോ ഇതില് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ഉണ്ട്. അതിൽ ഒന്നിതാ, ഈ ഒരു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവമാണ്. ലേമാൻ സീരീസ് അൾട്രാ വയലറ്റ് റീജിയൻ ഓഫ് ദ സ്പെക്ട്രത്തിൽ വരുന്ന ഒരു സാധനമാണ്, ഒരു
ലൈൻ ആണ്, ഹൈഡ്രജന്റെ ലൈൻസ് ആണ് എന്ത് ലേമാൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൈഡ്രജന്റെ അൾട്രാവയലറ്റ് റീജിയനിൽ വരുന്ന ഒരു ഇതാണ് എന്ത് ലേമാൻ സീരീസ്. അതില് N1 N2 എന്താന്ന് പറഞ്ഞുതരാം. പിന്നെ അത് അൾട്രാവയലറ്റ് റീജിയനിലാണ്. അത് ബാമർ എന്ന് പറഞ്ഞ സംഭവം വിസിബിൾ റീജിയനിലാണ് വരുന്നത്. പാഷൻ എന്ന് പറഞ്ഞത് ഇൻഫ്രാറെഡ് റീജിയനിലാണ് വരുന്നത്. ബ്രാക്കറ്റ് വരുന്നത് ഇൻഫ്രാറെഡ് റീജിയനിലാണ്. ഫണ്ട് വരുന്നതും എന്തിലാണ് ഇൻഫ്രാറെഡ് റീജിയനിലാണ്. അപ്പൊ ഇൻഫ്രാറെഡ് റീജിയനിൽ വരുന്നത് പാഷനും ബ്രാക്കറ്റും ഫണ്ടും ആണ്. ലേമാനും ബാമറും അൾട്രാവയലറ്റ് റീജിയനിലാണ് വരുന്നത്. അപ്പോ ഈ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ഇനി പറയാൻ പോകുന്നതും എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ, ഇത് ഒരുപാടുണ്ട് ആ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ ഒരുപാടുണ്ട്. അപ്പൊ അത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോ 1890 റെഡ്ബർഗ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ഒരു വേവ് നമ്പർ ഓഫ് ദി ഡിഫറെന്റ് ലൈൻസ്, അതായത് 5 സീരീസ് ഓഫ് ഹൈഡ്രജൻ ലേമാന് ബാമർ പാഷൻ ബ്രാക്കറ്റ് ഫണ്ടിന് 5 അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അതിന്റെ വേവ് ലെങ്തിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ 1/λ വേവ് ലെങ്ത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ദ വേവ് ലെങ്ത് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു. അതായത് 1/λ ആണ് എന്ത് വേവ് ലെങ്ത്. വേവ് ലെങ്ത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. ഈ ഓരോ ലൈനിന്റെയും വേവ് ലെങ്ത് കാണാനുള്ള ഒരു ഇക്വേഷൻ അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. അതിനെയാണ് നമ്മൾ റെഡ്ബർഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ മുകളിൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഇക്വേഷൻ ആണ് റെഡ്ബർഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നോക്കുക, അതില് ഇതാണ് എന്ത് വേവ് ലെങ്ത്, അതായത് വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റെസിപ്രോക്കൽ ഓഫ് ദ വേവ് ലെങ്ത്. RH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. ഈ റെഡ്ബർഗ് കോൺസ്റ്റന്റിന്റെ അളവാണ് എത്ര 109,677 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഇതൊക്കെ ചോദിക്കുന്നതാണ്. എന്താണ് റെഡ്ബർഗ് ഇക്വേഷൻ എന്ന് ചോദിക്കാറുണ്ട്. റെഡ്ബർഗ് ഇക്വേഷൻസിന്റെ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട്. അതിൽ N1 എന്താ N2 എന്താന്നുള്ളതൊന്ന് ചോദിക്കും. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്റജേഴ്സ് ആണ്. അതായത് ലേമാൻ സീരീസിന്റെ N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും, അതിന് മാറ്റമില്ല. പിന്നെ N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2, 3, 4 അങ്ങനെ ആവാം, അതായത് ഒന്നിൽ കൂടുതൽ ഉള്ളത് ഏതും ആവാം. അതേപോലെ ബാമർ സീരീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 2 ആയിരിക്കും, 2ൽ കൂടുതൽ ഉള്ളത് 3, 4, 5 ആവാം. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും N2 N1 ചെറുതാവാൻ പാടുള്ളതല്ല. അപ്പൊ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് N1 3 ആണ്. അപ്പൊ അതിന്റെ N2 വരുന്നത് 4, 5, 6 ഇതാണ് വരുന്നത്. അതേപോലെ ബ്രാക്കറ്റ് വരുന്നത് 4 ആണ്, അതിന്റെ ഇത് വരുന്നത് 5, 6, 7 ആണ്. പിന്നെ ഫണ്ടിന്റെ ഈ സംഭവങ്ങൾ എന്താക്കില്ല, ഒരിക്കലും മാറൂല കേട്ടോ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഫണ്ടിന്റെ N1 വരുന്നത് 5 ആണ്, അതിന്റെ N2 എന്ന് പറഞ്ഞാൽ 6, 7, 8. ഇതൊക്കെ ഇതില് 3 പാഷനും ബ്രാക്കറ്റും ഫണ്ട് ഇൻഫ്രാറെഡ് റീജിയനിലാണ്. അപ്പൊ ബാക്കിയൊക്കെ ഇപ്പൊ ഇതാണ് എന്ത് പറയുന്നത് റെഡ്ബർഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എന്ത് റെഡ്ബർഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം. അത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഇനി അതിൽ റെഡ്ബർഗ് ഇക്വേഷൻ, റെഡ്ബർഗ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഇതാണ്. റെഡ്ബർഗ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ റെഡ്ബർഗ് ഫോർമുല നമ്മളിവിടെ കണ്ടു. പിന്നെ അവിടെ ഇനി ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിന് എത്തുമ്പോൾ റെഡ്ബർഗിന്റെ ഇക്വേഷൻ മാറും. ഹൈഡ്രജൻ ഹീലിയം പോലുള്ള സ്പീഷീസിന്, അതായത് ആ സ്ഥലത്ത് എത്തുമ്പോൾ റെഡ്ബർഗ് ഇക്വേഷന് ചെറിയൊരു മാറ്റം ഇവിടെ കാണാൻ പറ്റും. അതായത് എന്താണ് ഇവിടെ ഉണ്ടോ ഒരു Z² കൂടി വരുന്നുണ്ട്. ഈ മുകളിൽ ഇതില്ലല്ലോ, Z² ഇല്ലല്ലോ. ഇത് എല്ലാത്തിനും പിന്നെ ഹൈഡ്രജൻ അല്ലാത്ത ഹൈഡ്രജന് ഉള്ള ഫോർമുലയാണ് റെഡ്ബർഗ് ഫോർമുല ഓഫ് ഹൈഡ്രജൻ ആണ് ഇത്. എന്നാൽ ഇതോ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം ആവണ സമയത്ത് അതിന്റെ Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിന്റെ അറ്റോമിക് നമ്പറിന്റെ സ്ക്വയറും കൂടി അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അറ്റോമിക് നമ്പറിന്റെ സ്ക്വയർ ആണ് ഈ സംഭവം. അതിനെ വെച്ചിട്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. സാധാരണ ഈ റെഡ്ബർഗ് കോൺസ്റ്റന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്.
അപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റഡ് ഇൻ എ വാക്വം. RH പറഞ്ഞാൽ റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഓഫ് ഹൈഡ്രജൻ RH-ന്റെ വാല്യൂ നമ്മൾ നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ആ വാല്യൂ തന്നെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് 109,677 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്നുള്ള വാല്യൂ ആണ്. ആ വാല്യൂ ഒന്ന് തൊട്ട് മുന്നേ പറഞ്ഞ പിക്ചറിലുള്ള വാല്യൂ മതി. ഇത് അതിന്റെ കുറച്ച് ഇലാബറേറ്റഡ് ഫോം ആണ്. പിന്നെ N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓഫ് ദ എനർജി ലെവൽ. അത് ഓരോരോ എനർജി ലെവലിന്റെയും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അത് എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേമാൻ സീരീസിന്റെ പിന്നെ N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും. അങ്ങനെയാണ് ഇപ്പൊ ഓർത്ത് വെക്കേണ്ടത്. ബാമറിന്റെ 2 ആയിരിക്കും, പാഷന്റെ 3 ആയിരിക്കും, ബ്രാക്കറ്റിന്റെ 4 ആയിരിക്കും, ഫണ്ടിന്റെ 5 ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഇത് ഓർത്ത് വെക്കാൻ ഒരു സാധനം ഉണ്ടായിരുന്ന ആ സംഭവത്തിന്റെ സാധാരണ പറയല്ലേ ലാല് L ഫോർ ലേമാന്, അതുപോലെ ബാല് B ഫോർ ബാമർ, ആൻഡ് പാല് P ഫോർ പാഷൻ, ആൻഡ് ബ്രാക്ക് ഫണ്ട്. അത് പിന്നെ അതേപോലെ തന്നെ പറഞ്ഞു, B ഫോർ ബ്രാക്ക് ആൻഡ് P ഫോർ ഫണ്ട്. അങ്ങനെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെക്കാറുണ്ട്. ലാൽബാൽ പാലിനെങ്കിലും ഓർത്ത് വെക്കാം, അപ്പൊ 3 കിട്ടും. പിന്നെ അവസാനത്തെ ബ്രാക്കറ്റും ഫണ്ടും ആണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇത്രയാണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ്. നിങ്ങൾ എപ്പോഴും ഇത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യണം. ഈ ഇക്വേഷൻസ് പഠിക്കണം. അതൊന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. 1/λ അഥവാ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു RH ഇൻറ്റു 1/N1 സ്ക്വയർ മൈനസ് 1/N2 സ്ക്വയർ. ഇതില് ആദ്യത്തെ ലൈനിൽ N2 എപ്പോഴും എന്തായിരിക്കും? N1 പ്ലസ് 1 ആയിരിക്കും. അതേപോലെ ഒരിക്കലും N2 ആയിരിക്കും. ഇത് അവിടെ പറഞ്ഞിട്ടുണ്ട്, N2 is always greater than N1 എന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ലൈനിൽ N1 പ്ലസ് 2 ആവും. ലാസ്റ്റ് ലൈൻ, ഇനി അവസാനത്തെ ലാസ്റ്റ് ലൈൻ എന്നുണ്ടെങ്കിൽ അതിന് N2 എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. അതായത് അതിന് തൊട്ട് വലുതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അതുപോലെ സംഭവങ്ങൾ. ഇനി അടുത്തത് ബോറിന്റെ അറ്റോമിക് തിയറി നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിമിറ്റേഷൻസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ലിമിറ്റേഷൻസ് ഒന്ന് പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാല്, ബോറിന്റെ അറ്റോമിക് സ്ട്രക്ചർ വർക്ക്സ് ഓൺലി ഫോർ സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ് സച്ച് ആസ് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം എന്നുള്ള പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് അതില് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തത് പിന്നെ ഒരു കാര്യം കൂടി നമുക്കൊന്ന് ഇതിൽ മെൻഷൻ ചെയ്തത് എന്താന്ന് വെച്ചാല്, 1932 ചാഡ്വിക്ക് അനദർ സബോർട്ട് അറ്റോമിക് പാർട്ടിക്കിൾ ആയിട്ടുള്ള നോ ചാർജ് ഇല്ലാത്ത പിന്നെ പ്രോട്ടോണിന് ഏകദേശം നിയർലി ഈക്വൽ ടു മാസ് ഉള്ള, നമ്മൾ നേരത്തെ നോക്കി ന്യൂട്രോണും പ്രോട്ടോണും ഒരേ മാസാണ്, പ്രോട്ടോണിനെ കണ്ടുപിടിച്ചു എന്നുള്ളത്. It was eventually named as the neutrons. Neutrons are present in the nucleus of all atoms except hydrogen. ഹൈഡ്രജനിൽ അത് കാണുന്നില്ല. അപ്പൊ ഇതൊക്കെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി ലിമിറ്റേഷൻ ബോറിന്റെ അറ്റോമിക് തിയറിക്ക്. അതുപോലെ mass of an atom is given by sum of the masses of the protons and neutrons present in the nucleus. അപ്പൊ മാസ് ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂട്രോണിൽ കൂടി ഡിപ്പെൻഡ് ചെയ്തതാണെന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ ഇത് നമ്മളെ ഒരു ആറ്റത്തിന്റെ ബാക്കി മോഡലുകളാണ്. അതിലൊന്ന് ആദ്യം പിന്നെ ഡാൾട്ടൺ 1803 ഒരു മോഡൽ പറഞ്ഞു. അതേപോലെ 1904 തോംസൺ ഒരു മോഡൽ പറഞ്ഞു. അതാണ് പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതുപോലെ റൂദർഫോർഡ് പറഞ്ഞത് എന്താണ്? പിന്നെ റൂദർഫോർഡ് ഒരു സോളാർ സിസ്റ്റം മോഡൽ കണ്ടില്ലേ, നടുവില് പിന്നെ ഒരു സോളാർ സൂര്യനായിട്ട് ന്യൂക്ലിയസും ബാക്കിയുള്ള പ്ലാനറ്റ്സ് ഒക്കെ ഗ്രഹങ്ങളുമാകുന്ന ഒരു മോഡല് റൂദർഫോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് നെക്സ്റ്റ് 1930 ബോറ്, അതാണ് ഇപ്പൊ നമ്മള് സാധാരണയായിട്ട് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിലും വലിയൊരു
അടുത്തതായിട്ട് വലിയൊരു സംഭവം പിന്നെ എന്താണ് ഇപ്പം വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1926 ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്നുള്ള സംഭവം ഇവിടെ വന്നു. അത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഇതില് പറയാനുള്ളത്. അതില് ലേമാൻ സീരീസിനെ പറ്റിയിട്ടും ഒക്കെ ഒന്ന് അടുത്തതാണ്. ഇനിയിപ്പോ ഇത് ബോറിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ചോദിക്കാറുണ്ട്. It is a satisfactory explain about the species having 1 electrons enables the calculations of the radius of the Bohr's atomic orbit, that is the radius of nth orbit in which the electron moves, enables calculation of the velocity of the electrons, calculation of the അതായത് പിന്നെ നമുക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോറിന്റെ അറ്റോമിക് മോഡൽ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, എനർജി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, അതുപോലെ റേഡിയസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, അതുപോലെ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതില് പിന്നെ സ്പീഷീസ് ഹാവിങ് 1 ഇലക്ട്രോൺസ് ഉള്ള, അതായത് ഹൈഡ്രജന്റെ സിസ്റ്റത്തിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് തന്നെ ആര് തന്നിട്ടുണ്ട്? ബോറിന്റെ ആറ്റോമിക് മോഡൽ നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ nth orbits in which the electrons moves, അതായത് enable the calculation of the radius Bohr's orbit, that is the radius of nth orbit in which the electrons that is the radius of nth orbit in which the electrons moves. അതായത് പിന്നെ ബോറിന്റെ റേഡിയസ്, ആറ്റത്തിന്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആരുണ്ടാക്കി? ബോർ ഉണ്ടാക്കി. അതൊക്കെ ഭയങ്കര സംഭവമാണ്. അതേപോലെ എനാബിൾസ് കാൽക്കുലേഷൻ ഓഫ് ദ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി കാണിക്കാനുള്ള ഒരു ഇക്വേഷൻസ് അദ്ദേഹം ഉണ്ടാക്കി. അതുപോലെ കാൽക്കുലേഷൻ ഓഫ് ദ എനർജി ഓഫ് ദ ഇലക്ട്രോൺസ് ഇൻ ബോർസ് ഓർബിറ്റൽ, കാൽക്കുലേഷൻ ഓഫ് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോർസ് ഓർബിറ്റ്സ്. ഇനി അദ്ദേഹത്തിന്റെ ഡിമെറിറ്റ്സ് പറയുന്ന ആ ഡിമെറിറ്റ്സിൽ നിന്നാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്കുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഡിമെറിറ്റ്സും കൂടി പറഞ്ഞിട്ട് നിർത്താം. അതിനുശേഷം നമുക്ക് ഇതാവുമ്പോഴേ കാലാവുമ്പോ നമുക്ക് നിർത്താം കേട്ടോ. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സോട് കൂടി ഈ ചാപ്റ്ററും നമുക്ക് വൈൻഡപ്പ് ചെയ്ത് പോകാൻ പറ്റും. നിങ്ങള് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. അതുപോലെ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കണം. ഇത് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹിസ്റ്ററിയാണ്, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഹിസ്റ്ററിയാണ് വരുന്നത്. ഇനി ഒരു കുറച്ച് പോയിന്റ്സ് കൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുമ്പോഴേക്കും ഈ ചാപ്റ്ററിനെ നമുക്ക് പിന്നെ തീർക്കാൻ പറ്റും. അപ്പൊ ഓക്കെ, അപ്പൊ ഇതുവരെ ഉള്ള കാര്യങ്ങളൊന്നും വൃത്തിക്ക് ഈ നോട്ട്സ് എല്ലാം ഗ്രൂപ്പില് ഇതേപോലെ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അതുപോലെ അപ്പൊ ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താട്ടോ. Bohr treated the electrons as the particles which have a very low mass, and electrons particles exhibit wave nature according to the de Broglie hypothesis. അവിടെയാണ് ബോറിനും ചെറിയ തെറ്റുണ്ട്. de Broglie ഹൈപ്പോത്തസിസിൽ de Broglie എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് അതിന്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് ഇലക്ട്രോൺസിന്റെ ഒരു നേച്ചറിനെ പറ്റിയിട്ട് കുറെ റിസർച്ച് ഒക്കെ നടത്തിയപ്പം അതില് ഇലക്ട്രോൺസിനെ ഒരു പാർട്ടിക്കിൾ ആയിട്ടാണ്, കണമായിട്ടാണ് ആര് ട്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ ബോർ ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ ലോ മാസസ് ആൻഡ് ഇലക്ട്രോൺസ് പാർട്ടിക്കിൾസ് എക്സിബിറ്റ് പിന്നെ വേവ് നേച്ചർ അക്കോർഡിംഗ് ടു de Broglie ഹൈപ്പോത്തസിസ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ലോ മാസ് ആൻഡ് ഇലക്ട്രോൺസ് പാർട്ടിക്കിൾസ് എക്സിബിറ്റ് വേവ് നേച്ചർ അക്കോർഡിംഗ് ടു ദ de Broglie hypothesis. de Broglie hypothesis നെക്സ്റ്റ് ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. Bohr's atomic model was sufficient only for nucleus having only 1 electrons. അതാണ് പിന്നെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൺലി 1 ഇലക്ട്രോൺസ് ഉള്ള ന്യൂക്ലിയസിന് മാത്രമേ സഫീഷ്യന്റ് ആവുന്നുള്ളൂ. അതുപോലെ Bohr's atomic model was 2-dimensional while an atom is 3-dimensional. ബോറിന്റെ ആറ്റോമിക് മോഡലും 2-dimensional സിസ്റ്റത്തിനെ പറ്റിയിട്ടേ പറയുന്നുള്ളൂ. പക്ഷെ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-dimensional. നമ്മളൊരു പന്തിന്റെ ഉള്ളില് നടുവില് പന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോളം, അതിന്റെ ഉള്ളിലുള്ള ഒരു
പോർഷൻ ആണ് യഥാർത്ഥത്തിൽ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബോർ അതിനൊരു 2 ഡയമെൻഷണൽ, അതായത് നേരിട്ട് നമ്മളിപ്പോ വട്ടം ഒരു പേപ്പറിൽ വട്ടം വരച്ചാൽ ഉള്ളത് പോലെയാണ് ബോർ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ വാസ് നോട്ട് ഏബിൾ ടു ഗിവ്, ഹലോ, ബോസ് മോഡൽ വാസ് നോട്ട് able to give explanation on the effect of the electric and magnetic field. മാഗ്നറ്റിക് ഫീൽഡിന് ഇലക്ട്രിക് ഫീൽഡിന് പറ്റിയിട്ട് ബോർ മോഡലിന് ഒരു വസ്തു അറിയില്ല. അതായത് സ്റ്റാർക്ക് എഫക്റ്റും സീമാൻ എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് പിന്നെ ബെറ്റർ സ്പെക്ട്രോമീറ്റർ വാസ് യൂസ്ഡ് ടു സ്പെക്ട്ര ഷോഡ് വെരി ഫൈൻ ലൈൻ. Bohr's atomic model could not explain what causes those very lines to appear. കുറെ ലൈൻസ് അല്ലാതെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് അപ്പൊ അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററില് പിന്നെ പഠിക്കുന്നത്. അപ്പോ അറ്റോമിക് സ്ട്രക്ചർ പഠിച്ചു, എന്താണ് ആറ്റം എന്ന് പഠിച്ചു, ആറ്റം ആൻഡ് ഡെമോക്രിറ്റസ് അദ്ദേഹം ആണ്. എന്താണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പഠിച്ചു. അതേപോലെ റെപ്രസെന്റേഷൻ ഓഫ് എൻ ആറ്റം, എങ്ങനെയാണ് ആറ്റത്തിന് റെപ്രസെന്റ് ചെയ്യാന്ന് പഠിച്ചു. അതിൽ കൃത്യമായിട്ട് നമ്മൾ പഠിക്കാനുള്ളതാണ് എന്താണ് അറ്റോമിക് നമ്പർ, എന്താണ് മാസ് നമ്പർ എന്നുള്ളത്. അതേപോലെ തിയറീസ് ഓഫ് അറ്റോമിക് മോഡല് കുറെ എണ്ണം ഉണ്ട്. അതിൽ ഫസ്റ്റ് വിഭജിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ ഡാൾട്ടനെ തിരുത്തിക്കൊണ്ട് ഒരുപാട് തിയറി വന്നു. ജഡ്ജ് തോമസൺ, അതുപോലെ പിന്നെ റൂദർഫോർഡിന്റെ വന്നത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. റിസൾട്ട് ഓഫ് ദ റൂദർഫോർഡ് എക്സ്പെരിമെന്റ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. അതുപോലെ റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റ് കൺക്ലൂഷൻ, അതിന്റെ കൺക്ലൂഷൻസ്, അതിന്റെ ഡ്രോബാക്സ്, അതുപോലെ തിയറീസ് ഓഫ് ദ ആറ്റോമിക് മോഡൽസ്, ബോർ തിയറി, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിമിറ്റേഷൻ ഓഫ് ദ ബോർസ് പോസ്റ്റ്ലേറ്റ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആറ്റം, ഐസോബാർ, ഐസോടോപ്പ്, ഐസോമേഴ്സ് ആൻഡ് ഐസോട്ടോൺസ്, ആറ്റമിക് നമ്പർ, മാഗ്നറ്റിക് വേവ്സ്, അതിന്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ്, ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്, ഫ്രീക്വൻസി, വേവ് നമ്പർ തുടങ്ങിയവ. പിന്നെ ഇതാണ് ഹൈഡ്രജന്റെ സ്പെക്ട്രം, ലാമാൻ, ബാമർ, പാച്ചൻ, ബ്രാക്കറ്റ്, ഫണ്ട് സീരീസ്. ഇനി ഈ ഒരു ടേബിളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഉള്ളിലാണ് കൃത്യമായിട്ട് നമ്മൾ ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂട്രോണെ പറ്റിയിട്ട്, അതിന്റെ മാസിനെ പറ്റിയിട്ട്, അതിന്റെ ചാർജിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വളരെ ഒരു വേവ് ലെങ്ത്തിന്റെ ഹയർ ഓർഡർ അനുസരിച്ച് ഗാമാറേ, എക്സ്റേ, അൾട്രാവയലറ്റ് എന്നിവയൊക്കെ വെച്ചതാണ്. ഇതാണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ്. ഈ ഒരു പട്ടിക വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ ആറ്റമിക് തിയറി പഠിക്കണം, ലിമിറ്റേഷൻ ഓഫ് ദ ബോർ ആറ്റമിക് തിയറി പഠിക്കണം. അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളാണ്. അപ്പൊ ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലെ അടുത്തൊരു ക്ലാസ് കൂടി കഴിഞ്ഞ് നമ്മൾ അറ്റോമിക് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ചോദിക്കുക. ഈ നോട്ട്സ് ഒക്കെ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. ശരി കേട്ടോ, എന്നാ ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം.